ഇവിടെ ആശാവർക്കർമാർക്ക് 1000 രൂപ ഓണററി, 1000 രൂപ തുടക്കത്തിലില്ല. തുടക്കത്തിൽ 300 രൂപയാണ്, പിന്നെ അത് 700 രൂപയായി, പിന്നീട് 1000 രൂപയായി. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലുള്ളപ്പോഴാണ് 7000 വരെ ഓണററിയം ഇവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സഹായം എന്ന് പറയുന്നത് ഇൻസെന്റീവാണ്. വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഇൻസെന്റീവ്. അത് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന വരുമാനം എന്ന് പറയുന്നത് 13,200 രൂപയാണ്. അതെല്ലാവർക്കും കിട്ടുന്നതല്ല. ആശാവർക്കർമാരുടെ ജോലിയുടെ ഭാരം പരിഗണിച്ചു കഴിഞ്ഞാൽ ഇത് തികച്ചും അപര്യാപ്തമാണ്. അതിന് സംസ്ഥാന ഗവൺമെന്റാണ് ഉത്തരവാദി. സംസ്ഥാന ഗവൺമെന്റാണ് ഉത്തരവാദി എന്ന് സ്ഥാപിച്ച് ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് ഗവൺമെന്റിനെതിരായ ഒരു സമരമായി രൂപപ്പെടുത്താനാണ് അവർ ശ്രമിച്ചത്. ആ അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെടാത്തിടത്തോളം കാലം ഈ പ്രശ്നത്തിന് പരിഹാരമില്ല. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എല്ലാം ഈ സ്കീം വർക്കേഴ്സിന്റെ സേവന വേതന വ്യവസ്ഥകൾ അംഗീകരിക്കപ്പെടണമെന്നും അവർക്ക് അനുകൂലമായ നിയമമുണ്ടാക്കണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വരുമാനം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും അഭിപ്രായമുള്ളവരാണ്. അത് നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമം കേന്ദ്ര ഗവൺമെന്റിൽ തുടർച്ചയായ സമ്മർദ്ദം ചെലുത്തി ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. എന്നാൽ ഈ വിഭാഗങ്ങളുടെ കൂലി ഉയർത്താൻ ആശ, അംഗൻവാടി, തൊഴിലുറപ്പ്, ഉച്ചഭക്ഷണം പാകം ചെയ്യുന്നവർ, NHM വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വളണ്ടിയർമാർ, അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ ഒരു നടപടിയും ഈ കേന്ദ്ര സ്കീമിന്റെ ഭാഗമായി ജോലി ചെയ്യുന്നവർക്ക് സംരക്ഷണം നൽകാനുള്ള ഒരു നിലപാടും ബജറ്റ് മുന്നോട്ട് വെക്കുന്നില്ല. ഇതാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. എന്നാൽ സമ്പന്ന വിഭാഗങ്ങൾക്ക് വലിയ തോതിൽ നികുതി ഇളവ് നൽകുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് ബജറ്റിന്റെ ഭാഗമായി സ്വീകരിക്കുന്നു. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം ഇവയ്ക്കെല്ലാം നേരത്തെ ബജറ്റിൽ ഉണ്ടായിരുന്ന വിഹിതങ്ങൾ വൻതോതിൽ വെട്ടിക്കുറയ്ക്കുന്ന നിലപാടും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുകയുണ്ടായി. വളത്തിന്റെ സബ്സിഡി 3400 കോടി രൂപയാണ് വെട്ടിക്കുറച്ചത്. പാലക്കാട് വലിയ തോതിൽ കൃഷിക്കാരുടെ ഒരു മേഖലയാണല്ലോ. ഇവിടെ നെല്ല് കൃഷിക്കാർ, മറ്റിതര വിഭാഗം ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃഷിക്കാർ, അവരുടെ എല്ലാം പരിരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടില്ല. കേരളത്തിലെ ഗവൺമെന്റ് നെല്ല് സംഭരിക്കുന്ന കാര്യത്തിലും നെല്ലിന്റെ വില നൽകുന്ന കാര്യത്തിലും കേരള ഗവൺമെന്റ് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ കാലാവസ്ഥ ഏത് സന്ദർഭങ്ങളിലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. നെല്ല് സംഭരണത്തിൽ കാലതാമസം വന്നു കഴിഞ്ഞാൽ ഇത് കൃഷിക്കാരെ പ്രതികൂലമായി ബാധിക്കും. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സാധ്യമായ നടപടികളെല്ലാം സ്വീകരിക്കുന്നു. കൃഷിക്കാർക്ക് അനുകൂലമായ നില മെച്ചപ്പെടുത്തുന്നതിന് ഒരു സഹായവും നൽകാൻ കേന്ദ്ര ബജറ്റിലെ നിർദ്ദേശങ്ങൾ ഒന്നും നമുക്ക് സഹായകരമാകുന്നില്ല. വിള ഇൻഷുറൻസിനുള്ള പദ്ധതി വിഹിതം പോലും കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ വിഹിതവും ബജറ്റിൽ കുറയ്ക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കേണ്ടായി. പല പദ്ധതികൾക്കും കേന്ദ്രം പ്രഖ്യാപിക്കുന്ന പല പദ്ധതികൾക്കും സംസ്ഥാനം തന്നെ ചെലവ് വഹിക്കേണ്ടുന്ന സ്ഥിതിയാണ് ബഡ്ജറ്റിന്റെ ആകെ നില പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ BJP അനുകൂല നിലപാടെടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. BJP ഗവൺമെന്റുകൾ, അത്തരം ഗവൺമെന്റുകൾക്കെല്ലാം സഹായങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ്. ഒരു ലോഭവും അക്കാര്യത്തിൽ കാണിക്കുന്നില്ല. അവർക്കെല്ലാം പുതിയ പദ്ധതികൾ എന്ന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുമ്പോൾ കേരളം എന്ന ഒരു സംസ്ഥാനം ഈ ഭൂപടത്തിൽ ഉണ്ട് എന്ന് പരിഗണിക്കുന്നതിന് പോലും
കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ഗവൺമെന്റ് ബജറ്റിന് മുമ്പ് തന്നെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് 24,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര ബജറ്റിൽ അതിന് യാതൊരു പരിഗണനയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതി. കേരളം വളരെ വർഷങ്ങളായി കാത്തിരിക്കുന്ന ആരോഗ്യ മേഖലയിലെ ഒരു സ്ഥാപനമാണ് എയിംസ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം. ഇവിടെ സ്ഥലം കണ്ടെത്തി, സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. എപ്പോഴും ഓരോ വർഷവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എയിംസിന് അംഗീകാരം കിട്ടുമെന്നുള്ളത്. അത് നിഷേധിച്ചിരിക്കുകയാണ്. കോച്ച് ഫാക്ടറിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എത്ര വർഷങ്ങളായി നമ്മൾ കാത്തിരിക്കുന്നു. ഇതിലൊന്നും സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ല എന്നുള്ളതാണ്. സമീപകാലത്ത് കേരളം കൈവരിച്ച വലിയ നേട്ടമാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പ്രവർത്തനം. അന്താരാഷ്ട്ര വിഴിഞ്ഞം പദ്ധതിയിലൂടെ ചരക്ക് ഗതാഗതത്തിൽ ലോകത്തിൽ തന്നെ 1ാം സ്ഥാനത്തെത്താൻ പോവുകയാണ് വിഴിഞ്ഞം. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനു വേണ്ടി കേന്ദ്രത്തോട് സഹായത്തിന് അഭ്യർത്ഥിച്ചിട്ടും ഒരു പൈസ പോലും ഇക്കാര്യത്തിൽ കേന്ദ്രം നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സ്ഥിതി. ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അവഗണനയുടെ രാഷ്ട്രീയ രൂപരേഖയാണ് കേന്ദ്ര ബജറ്റ്.